അന്താരാഷ്ട്ര വാർത്തയിലേക്കാണ്. കുവൈറ്റിലേക്ക് വീണ്ടും ഡ്രോൺ ആക്രമണ ശ്രമം നടക്കുന്നു. വ്യോമാതിർത്തിയിൽ വെച്ച് ഡ്രോൺ തകർത്തെന്ന് കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നുണ്ട്. ഖത്തർ തീരത്ത് ചരക്ക് കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായി. അമേരിക്കയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഇറാന്റെ ഭീഷണി വരികയാണ്. സുരേഷ് വെള്ളിമുറ്റം വിവരങ്ങളുമായി ചേരുകയാണ്. സുരേഷ്, ഇങ്ങനെ ഈ ആക്രമണ ശ്രമങ്ങൾ തുടരുക തന്നെ ചെയ്യുന്നു. എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത്? നിലവിൽ ഏതൊക്കെ മേഖലകളിലാണ് ആക്രമണങ്ങൾ നടക്കുന്നത്? ഇറാന് മുന്നിൽ അമേരിക്ക വെച്ച പുതിയ സമാധാന ഫോർമുല അംഗീകരിക്കാനുള്ള സമയപരിധി ഏതാണ്ട് അവസാനിക്കുകയാണ്. ഈ സമയത്താണ് ഹോർമൂസ് കടലിടുക്കും അതോടൊപ്പം തന്നെ പശ്ചിമേഷ്യയും ഒരു സംഘർഷത്തിലേക്ക് പോകുമോ എന്നുള്ള ആശങ്ക ബലപ്പെടുന്നത്. ആ സമയത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. കുവൈറ്റിന് നേരെയും അതോടൊപ്പം തന്നെ ഖത്തറിന് നേരെയുമാണ് ഇപ്പോൾ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായത്. കുവൈറ്റിലേക്ക് നിരവധി ഡ്രോൺ ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവയൊക്കെ തന്നെ അതിർത്തിയിൽ വെച്ച് പ്രതിരോധിച്ചു എന്ന് കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഖത്തർ തീരത്ത് ഉണ്ടായിരുന്ന ചരക്ക് കപ്പലിന് നേരെയാണ് ഡ്രോൺ ആക്രമണം ഉണ്ടാകുന്നത്. ഇന്ന് പുലർച്ചെയായിരുന്നു ഇത്തരത്തിലുള്ള ആക്രമണം. ഇതേ തുടർന്ന് ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് ചരക്ക് കപ്പലിന് തീപിടിച്ചു. എന്നാൽ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്ന് കുവൈറ്റ് പ്രതിരോധ മന്ത്രി, ഖത്തർ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ രണ്ട് രാജ്യങ്ങളും അതീവ നിരീക്ഷണം ഇപ്പോൾ തങ്ങളുടെ വ്യോമാതിർത്തിയിലും വ്യോമപാതയിലും ഒക്കെ തുടരുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ UAE അടക്കമുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളും ഇപ്പോൾ അതീവ ജാഗ്രത തുടരുകയുമാണ്. അതേ സമയത്ത് തന്നെയാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ശക്തമായിട്ടുള്ള ഒരു ഭീഷണി ഉണ്ടാകുന്നത്. അതായത് അമേരിക്ക ഏതെങ്കിലും വിധത്തിലുള്ള ആക്രമണം ഇറാനിൽ നടത്തിയാൽ, കാരണം കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് അമേരിക്കയുടെ എണ്ണ ടാങ്കറുകൾക്ക് നേരെയൊക്കെ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ആക്രമണം ഇനി ഉണ്ടായാൽ അമേരിക്കയെ പിന്തുണയ്ക്കുന്ന ഗൾഫിലെ പശ്ചിമേഷ്യയിലെ രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുമെന്നുള്ളതാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് ഇറാൻ ഇക്കാര്യത്തിൽ നൽകുന്നത്. ഒരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയും ഇനി ഉണ്ടാകില്ല. ആരൊക്കെയാണോ അമേരിക്കയെ ഈ മേഖലയിൽ പിന്തുണയ്ക്കുന്നത് അവർ ശക്തമായിട്ടുള്ള തിരിച്ചടി നേരിടേണ്ടി വരുമെന്നുള്ളതാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഏതായാലും ഈ സമാധാന ഫോർമുല അംഗീകരിക്കാനുള്ള സമയപരിധി തീരുമ്പോൾ ഈ മേഖല കൂടുതൽ ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുക. ഒരുപക്ഷെ രണ്ടു ഭാഗവും അമേരിക്കയും അതോടൊപ്പം തന്നെ ഇറാനും ഒരു സമ്മർദ്ദ തന്ത്രം ഉപയോഗിക്കുന്നതാകാം. എങ്കിൽ പോലും ഈ മേഖല ഇപ്പോൾ കൂടുതലൊരു സംഘർഷത്തിന്റെ അവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അക്ഷയ, തീർച്ചയായിട്ടും വീണ്ടും US-നെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളിലേക്കൊക്കെ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളതാണ് ഇറാൻ പറയുന്നത്. ആക്രമണ ശ്രമങ്ങൾ ഇപ്പോൾ പ്രതിരോധിക്കുന്നു ഗൾഫ് രാഷ്ട്രങ്ങൾ എന്നുള്ള വിവരമാണ് സുരേഷ് വെള്ളിമുറ്റം നൽകുന്നത്.